അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ 2 പേരല്ല, കുറച്ചു കൂട്ടുകാർ ഒന്നിച്ചുണ്ട് നിങ്ങൾക്കൊപ്പം. ഞാൻ ദിയ 10C നിന്നും, ഒപ്പം എന്റെ ക്ലാസ്സിലെ ഹൃദിക് SB. പിന്നെ വരുന്നത് 10B നിന്നും ആര്യലക്ഷ്മി. ഞാനുമുണ്ട് അനുശ്രീരാജ് 10D നിന്നും, കൂടെ അതിശയും. ഞങ്ങൾ ഗൗതമി, ഗംഗ 10E നിന്നും. പരീക്ഷാകാലം പേടിയുടെ കാലമല്ല, നാം ഇതുവരെ നേടിയ അറിവുകളെ പരീക്ഷിക്കാനുള്ള കാലമാണ്. നമ്മുടെ ഈ അധ്യയന വർഷത്തിലേറെയും കോവിഡ് എന്ന മഹാമാരി കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാകാലം ചിലരിലെങ്കിലും ആശങ്കകളുടെ കാലം കൂടിയാണ്. കോവിഡ് കാല പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് സംസാരിക്കാനായി പ്രശസ്ത എഴുത്തുകാരനും സോഷ്യോളജിസ്റ്റും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ശ്രീ NP ഹാഫിസ് മുഹമ്മദ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കണ്ണൂരിലെ ശ്രീകണ്ഠപുരത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്ന വിദ്യാഗീതം സ്കൂൾ റേഡിയോ ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളുടെ രക്ഷകർത്താക്കൾ കരുതുന്ന 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെയും എഴുതിയിട്ടുള്ളത് നേരിട്ട് സർക്കാർ നടത്തിയിട്ടുള്ള അഥവാ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ള പരീക്ഷയല്ല. നിങ്ങളുടെ സ്കൂൾ അധികൃതർ, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നടത്തിയിട്ടുള്ള പരീക്ഷയാണ് നിങ്ങൾ ഇക്കാലം വരെയും എഴുതിയിട്ടുള്ളത്. എന്നാൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഔപചാരികമായി സർക്കാർ തന്നെ നടത്തുന്നതാണ്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം. എന്നാൽ അതിനേക്കാളേറെ ഇത് പ്രധാനപ്പെട്ടതാകുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും എല്ലാവരും പഠിച്ചു. എന്നാൽ ഇനി നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ടതില്ല, മറിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 3 ധാരകൾ, 3 സ്ട്രീംസ്, 3 തരത്തിലുള്ള +2 ക്ലാസുകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഒന്ന് കൊമേഴ്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയവ പഠിപ്പിക്കുന്ന, നിങ്ങൾ സ്കൂളിൽ ഒട്ടുമുക്കാലും പഠിക്കാത്ത വിഷയങ്ങൾ പഠിക്കുന്ന ഒന്നാണ് കൊമേഴ്സ് ഗ്രൂപ്പ്. പക്ഷെ സ്കൂളിൽ പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് അത്രമാത്രം പ്രയാസകരവുമല്ല. രണ്ടാമത്തേത് ഹ്യൂമാനിറ്റീസ് ആണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ കുറച്ചുകൂടെ വിശാലമായിട്ട് നിങ്ങൾ പഠിക്കുന്നു, വിശദമായിട്ട് പഠിക്കുന്നു. മൂന്നാമത്തേതാണ് സയൻസ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, സയൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലേക്ക് ചേരുന്നു, ഈ 3 ഗ്രൂപ്പുകളിലാണ് നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വിഷയത്തോടുള്ള ആഭിമുഖ്യം, നിങ്ങളുടെ അഭിരുചി, നിങ്ങളുടെ താല്പര്യം എന്നിവ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ +2 കോഴ്സ്, +1, +2 കോഴ്സ് ചേരേണ്ടത്. രണ്ടാമത്തത്, ഭാവിയിൽ നിങ്ങൾ എന്തായിത്തീരണം എന്നുള്ളത് കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സോഷ്യോളജി പഠിപ്പിക്കുന്ന ഒരു കോളേജ് അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച്, സോഷ്യോളജി BA പഠിച്ച്, സോഷ്യോളജി MA പഠിച്ച്, സോഷ്യോളജി PhD എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങളൊരു സയന്റിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് പഠിച്ച്, BSc ഫിസിക്സ് പഠിച്ച്, സയൻസ് പഠിച്ച്, BSc ഫിസിക്സ് പഠിച്ച്, MSc ഫിസിക്സ് പഠിച്ച്, നിങ്ങൾ ഫിസിക്സിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ PhD എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആയി തീരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ തിരഞ്ഞെടുപ്പ് തന്നെ പ്രധാനമായും 10ാം ക്ലാസ് പരീക്ഷയെ പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ അനായാസകരമായ രീതിയിലുള്ള ഒരു പരീക്ഷ എഴുത്ത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ സംക്ഷിപ്തമായിട്ട് പറയാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഇനി ഒന്ന് റിവിഷൻ നടത്താൻ, അഥവാ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കുവാനുള്ള സമയമാണുള്ളത്. ഈ ഘട്ടത്തിൽ
കഴിഞ്ഞ 3 വർഷക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചോദ്യപേപ്പറുകൾ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസികയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പലപ്പോഴും ചില ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ അതിനപ്പുറം ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിശാസ്ത്രം, എങ്ങനെയാണ് ചോദിക്കുന്നത്, എത്ര മാർക്കാണ് ചില ചോദ്യങ്ങൾക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും. ഏത് ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഏത് ചോദ്യങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഉത്തരം എഴുതണമെന്ന് അറിയുന്നവർക്ക് പരീക്ഷ അത്രമാത്രം പ്രയാസകരമായിരിക്കുകയില്ല. നിങ്ങൾ പാഠപുസ്തകവും അല്ലെങ്കിൽ ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. ഒരു ചോദ്യത്തിന് ഏതു തരത്തിലുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം സുഗമമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയ ചോദ്യാവലി വെച്ചുകൊണ്ട്, പഴയ ചോദ്യപേപ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്നുള്ളത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ ചിട്ടയോടുകൂടി പഠിക്കേണ്ടുന്ന ഒരു സമയമാണ് റിവിഷൻ സമയം. 2 ദിവസം കൊണ്ട് മാത്തമാറ്റിക്സ് ഞാൻ റിവിഷൻ നടത്തും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഞാൻ സയൻസ് നടത്തും എന്നുള്ളൊരു തീരുമാനമെത്താൻ നിങ്ങൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ ദിവസങ്ങളെ വിഭാഗീകരിച്ച് നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂള്, ഒരു പഠന സമയ പരിപാടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അവസാനത്തേക്ക് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ എളുപ്പമുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ആദ്യത്തിൽ തന്നെ നടത്താവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. പക്ഷേ നിങ്ങൾ എളുപ്പമുള്ള വിഷയമായാലും അത്ര എളുപ്പമല്ലാത്ത വിഷയമായാലും സമയപരിധി ഓരോന്നിനും വെക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ അതിന് സമയം ചെലവഴിക്കേണ്ടതും അത് തീർക്കേണ്ടുന്നതും. ചിട്ടയോടുകൂടി നിങ്ങൾ പാഠപുസ്തകം മുഴുക്ക വായിക്കേണ്ടതില്ല. ചോദ്യാവലി നോക്കുന്നു, നിങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അതിന്റെ പോയിന്റ്സ് എടുക്കുന്നു. പോയിന്റ്സ് എന്ന് പറയുന്നത് സൂചകങ്ങളാണ്. അത് വിശദീകരിച്ചാൽ അതിനുള്ള ഉത്തരമായി. സൂചകങ്ങൾ മനസ്സിൽ ഉരുവിട്ട് പഠിക്കുക, ഓർക്കുക. സൂചകങ്ങളിൽ നിന്ന്, പോയിന്റ്സിൽ നിന്ന് വിശദമാക്കി എഴുതാൻ സാധിക്കുമെന്നുള്ളത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്തരം തെറ്റാതെ പോകുന്നു. ഏത് ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ നല്ല വൃത്തിയായി റിവിഷൻ സമയത്ത് സംക്ഷിപ്തമായി അതിന്റെ സൂചകങ്ങൾ, പോയിന്റ്സ് എഴുതി വെക്കുക. ഒപ്പം തന്നെ ആ സൂചകങ്ങൾ ഗ്രാഫിക്കായിട്ട്, ഡയഗ്രമാറ്റിക് ആയിട്ട്, ഡയഗ്രമായിട്ട് ചിത്രം വരച്ച് രേഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അത് എല്ലാ വിഷയങ്ങൾക്കും സാധ്യമല്ലെങ്കിൽ ആകാവുന്ന വിഷയങ്ങൾക്ക് ഡയഗ്രം വരച്ചുകൊണ്ട് അത് ചെയ്യുക. ഡയഗ്രം വരച്ച് അല്ലെങ്കിൽ ചിത്രം വരച്ച് അത് അടയാളപ്പെടുത്തി ആ പോയിന്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിത്രം നിങ്ങൾ ഓർമ്മിക്കാൻ സാധ്യത കൂടുതലാണ്. ചിത്രം കൂടുതൽ നേരം തലയിൽ കാത്തുസൂക്ഷിക്കാൻ, ഓർമ്മയിൽ കാത്തുസൂക്ഷിക്കുവാൻ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, എളുപ്പം ഓർമ്മിച്ചെടുക്കുവാനും അത് വഴിവെക്കുന്നു എന്നർത്ഥം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെങ്കിലും ഈ പോയിന്റ്സ് വെച്ച് ആ പോയിന്റ്സ് കഴിയാവുന്നത്ര ഓർമ്മയിൽ കാത്തുസൂക്ഷിച്ച് ആ പോയിന്റ്സ് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമുക്കാലും പ്രധാന ചോദ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രബന്ധ രീതിയിൽ, എസ്സേ രീതിയിൽ എഴുതേണ്ടുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നന്നായി എഴുതാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഓരോരോ ചോദ്യത്തിനും ഉള്ള സ്കോറ്, മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചാണ് അവക്ക് സമയം കൊടുക്കേണ്ടുന്നത്. ഓരോന്നിനും 2 മാർക്കുള്ളതിന് എത്ര സമയം കൊടുക്കാം, 5 മാർക്കുള്ളതിന് എത്ര സമയം കൊടുക്കാം, 10 മാർക്കുള്ളതിന് എത്ര സമയം കൊടുക്കാം എന്നുള്ളത് കർശനമായും പാലിക്കാൻ സാധിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് തിരിച്ചറിയാവുന്ന കുട്ടിക്ക് എളുപ്പത്തിൽ പരീക്ഷ എഴുതാനും കൃത്യമായ ഉത്തരം എഴുതാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അവസാനം അതൊന്ന് വായിച്ചു നോക്കി ആവശ്യമുള്ളത് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾക്കതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും സാധിക്കും. പരീക്ഷ എഴുതിക്കഴിഞ്ഞ് എണീറ്റ് ഓടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എഴുതി വെച്ചത് ഒരു തവണ വായിക്കുകയും അതിലുള്ള തിരുത്തലുകൾ വരുത്തുന്നതുമാണ് എന്നർത്ഥം. ഈ അർത്ഥത്തിൽ പരീക്ഷ ഒരു പാൽപ്പായസമാക്കി തീർക്കുവാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. ചിട്ടയോടുകൂടെ പഠിക്കേണ്ടുന്ന ദിവസങ്ങളിൽ അത് പഠിച്ച് തീർക്കുകയാണെങ്കിൽ, റിവിഷൻ നടത്തുകയാണെങ്കിൽ, ആവശ്യമായ ഉത്തരങ്ങൾ നിങ്ങൾ പോയിന്റുകളാക്കി എഴുതി കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് രാത്രി ഇതെല്ലാം ഒന്ന് എടുത്ത് ഫൈനൽ റിവിഷൻ നടത്തേണ്ടുന്ന ആവശ്യം മാത്രമേ
മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് പിറ്റേന്ന് പരീക്ഷയ്ക്ക് പോകാനും സാധിക്കും. പരീക്ഷാ പേടി തീരാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്തു വെക്കുന്നു അത്രത്തോളം ആത്മവിശ്വാസം കൂടുമെന്നുള്ളത് അർത്ഥം. എത്ര നിങ്ങൾ നിങ്ങളെ ഒരുക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുമെന്നർത്ഥം. ആവശ്യമെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് നിങ്ങൾ തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കി ഒരു പരീക്ഷ എഴുതി നോക്കുക. നിങ്ങളോ നിങ്ങളുടെ രക്ഷകർത്താവോ അത് വേണമെങ്കിൽ അത് ശരിയും തെറ്റും മനസ്സിലാക്കി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം കരഗതമാക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി. പരീക്ഷയുടെ തലേന്ന് തന്നെ ആവശ്യമായ വസ്തുവകകൾ എടുത്തു വെക്കുക. പരീക്ഷയ്ക്ക് പോകാൻ നേരത്തേക്ക് പേന എവിടെ, പെൻസിൽ എവിടെ, റൂളർ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കും. അത് നേരത്തെ തന്നെ കൊണ്ടുപോകേണ്ടുന്ന കടലാസുകൾ, ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് അടക്കം എടുത്തു വെച്ചിട്ടായിരിക്കണം ഉറങ്ങാൻ പോകേണ്ടത് എന്ന് ഓർക്കുക. ആവശ്യമായ വസ്തുവകകൾ മാത്രമാണ് അവയിൽ കൊണ്ടുപോകേണ്ടുന്നത്. യാതൊരു കാരണവശാലും പോയിന്റുകൾ എഴുതിയ കടലാസ് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകരുത്. അത് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങൾ ചിലപ്പോൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആവശ്യമായ വസ്തുവകകളോടുകൂടെ എവിടെയാണ് ക്ലാസ് മുറി എന്ന് നേരത്തെ കണ്ടുപിടിച്ച് ആ ക്ലാസ് മുറിക്ക് അടുത്ത് കാത്തുനിന്ന് ബെൽ അടിക്കുന്നതോ വാതിൽ തുറക്കുന്നതോ കാണുമ്പോൾ തന്നെ അകത്ത് കയറി നിങ്ങളുടെ ഇരിപ്പിടം ഏതെന്ന് മനസ്സിലാക്കി ധ്യാന നിമഗ്നരായിരിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിൽ മനസ്സ് പ്രാർത്ഥനകളോടുകൂടി ഇരിക്കുക. ഹാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ബാക്കിയുള്ളവരോട് വർത്താനം പറഞ്ഞ് കൊഞ്ഞനം കുത്തി അധ്യാപകരെ പരിഹസിച്ച് ഒന്നും ഇരിക്കാതിരിക്കുക. അസ്വസ്ഥത കൂടുതലാക്കും. നിങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ, നിങ്ങളുടെ ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ആവശ്യമായ എഴുത്ത് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിലുള്ള ചോദ്യങ്ങൾ ഒരാവർത്തി വായിച്ചു നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്, ഏറ്റവും നന്നായി അറിയാവുന്നത് ഏതാണ്, ഏതാണ് പാതി അറിയുന്നത്, ഏതാണ് തീരെ അറിയാത്തത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സമയനിഷ്ഠ പാലിക്കാനും സാധിക്കും. ചോദ്യം 1 മുതൽ അവസാനം വരെയുള്ളവർ എഴുതുന്നവരുണ്ട്. നിങ്ങൾക്കതാണ് ശീലമെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. നന്നായി അറിയാവുന്നവ എഴുതുമ്പോൾ അധിക സമയം എടുക്കരുത് എന്ന് മാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പാരഗ്രാഫോ എസ്സേയോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഊഹം വെച്ചും എഴുതാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിൽ അതിനുള്ള മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ എഴുതിയത് കുത്തി തിരുത്തി മറിച്ച് ചെയ്യാതിരിക്കുക. ഉള്ളത് വൃത്തിയായിട്ട് എഴുതുക. അറിയാത്തവയും ഒരു ഊഹം വെച്ച് എഴുതുക. അത് മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് പരീക്ഷ എഴുതുക. സമാധാനത്തോടുകൂടി കൃത്യസമയം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചോദ്യപേപ്പർ കെട്ടി നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിച്ച ശേഷം മാത്രം ഹാളിൽ നിന്നിറങ്ങുക. ചോദ്യാവലി വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പരീക്ഷണം പിന്നെ നടത്തേണ്ടതില്ല. മറ്റു കുട്ടികളുമായി ദീർഘനേരം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സമയം കളയണ്ട. ചിലപ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകാനിടയുണ്ട്. അതിലും നല്ലത് എത്രയും നേരത്തെ വീട്ടിലേക്ക് പോയി, ഹോസ്റ്റലിലേക്ക് പോയി നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പഠിക്കാൻ തുടങ്ങുക. അല്പം വിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ യാതൊരു സംശയമില്ല, നിങ്ങൾ പരീക്ഷാ ജേതാവാകും. എല്ലാ മംഗളങ്ങളും തേരുന്നു. ഞാൻ ഹാഫിസ് മുഹമ്മദ്. പ്രശസ്ത എഴുത്തുകാരനും സോഷ്യോളജിസ്റ്റും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ശ്രീ NP ഹാഫിസ് മുഹമ്മദാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്. എന്റെ തടി തിരിയുന്നതിനൊക്കെ വളരെ മുൻപ് എന്റെ കവിതയുടെ നാമ്പ് വിരിയുന്ന കാലത്ത് മൂളിക്കൊണ്ട് നടന്ന ചില ഈരടികളാണ് ഈ പ്രണയഗീതങ്ങളായിട്ട് വന്നിട്ടുള്ളത്. കൗമാര ചാബല്യങ്ങൾ എന്ന് വിളിച്ചാൽ ഒരു ദോഷവുമില്ല. ബാല്യകാല സഖി എന്ന ഈ കവിത ഒരു പ്രത്യേക അനുഭവത്തിന്റെ വിവരണം. മലയാളത്തിലെ പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-ന് അന്തരിച്ചു. അധ്യാപകൻ, പത്രാധിപർ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് 2014 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നിന്നെ കുറിച്ചിനി ഒന്നു പാടട്ടെ ഞാൻ, നിന്നെ കുറിച്ചിനി ഒന്നു പാടട്ടെ ഞാൻ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും എഴുത്തച്ഛൻ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഗാന്ധി, സസ്യലോകം, വനപർവം, ഋതുസംഹാരം, പുതുമുദ്രകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. എന്മിഴി തുറന്നോരെന്റെ കളരി വെടിഞ്ഞു നടകൊള്ളേ. അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രണാമം. എന്റെ കളരി വെടിഞ്ഞു പോകുന്നേ,
എൻ മിഴി തുറന്നോരെന്റെ കളരി വെടിഞ്ഞു നടകൊള്ളേ. കേരള സൈഗാൾ എന്നറിയപ്പെട്ട ലെസ്ലി എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ, സോച്ച രാജകുമാരി സോച്ച തുടങ്ങിയ സൈഗാളിന്റെ ഗാനങ്ങൾ മനോഹരമായി പാടിയ ഇദ്ദേഹത്തെ കേരള സൈഗാൾ എന്നാണ് ആരാധകർ വിശേഷിപ്പിച്ചത്. വിരഹാർദ്ദ ശബ്ദം കൊണ്ടാണ് ഇദ്ദേഹം ആസ്വാദക ഹൃദയങ്ങൾ കവർന്നെടുത്തത്. ലളിത സംഗീത സ്നേഹികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന അബ്ദുൽ ഖാദറിന്റെ ചരമദിനമായിരുന്നു ഫെബ്രുവരി 13. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രണാമം. മലയാള സിനിമയുടെ വസന്തകാലത്തു നിന്ന് ഒരു കുയിലിന്റെ നേർത്ത് ചിറകടിയൊച്ച കേൾക്കുന്നു നാം. ഇളനീർ മധുരമുള്ള പാട്ടുകളും പനിനീരിന്റെ സുഗന്ധമുള്ള ഈണങ്ങളുമായി മലയാളിയുടെ മനസ്സിലേക്ക് പറന്നിറങ്ങി വന്ന മനോഹരിയായ ഒരു നീലക്കുയിൽ. കാലത്തിന് മുമ്പേ പറന്ന ആ നീലക്കുയിൽ ഇന്ന് മലയാള സിനിമാ ചരിത്രത്തിന്റെ ഭാഗം. ഒപ്പം ആ ചലച്ചിത്രത്തിന് ഹൃദയവും ആത്മാവും പകർന്നു നൽകിയ പി ഭാസ്കരൻ എന്ന ബഹുമുഖ പ്രതിഭയും. സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ ഒരു ഭാസ്കര ഗാനമെങ്കിലും കാതിൽ വന്ന് വീഴാത്ത ദിനങ്ങൾ മലയാളിയുടെ ജീവിതത്തിൽ അപൂർവം. അളവറ്റ ആഹ്ലാദമായി, തീവ്രവേദനയായി, വിരഹമായി, സാന്ത്വനമായി, സ്നേഹവാത്സല്യങ്ങളായി ആ ഗാനങ്ങൾ ആസ്വാദ മനസ്സുകളെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. അദ്ദേഹത്തിന്റെ ചരമദിനമായിരുന്നു ഫെബ്രുവരി 25. ആ തുടിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളുടെ പനിനീർ പൂക്കൾ. ഗാനം വായിക്കുന്നത് ആര്യലക്ഷ്മി SV 10B. അഭിമാനമായി മാറിയ CV രാമൻ എഫക്ട് കണ്ടുപിടിച്ച ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഫെബ്രുവരി 28. 1928 കണ്ടെത്തിയ ഈ കണ്ടുപിടുത്തത്തിന് 1930 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. പ്രകാശത്തെയും വിസരണങ്ങളെയും കുറിച്ച് CV രാമൻ നടത്തിയ ഗവേഷണങ്ങളിൽ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തം 1986 നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ദേശീയ ശാസ്ത്രദിനം എന്ന ആശയം ഉന്നയിക്കുകയും തുടർന്ന് സർക്കാർ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. 1987 ഫെബ്രുവരി 28 മുതൽ ദേശീയ ശാസ്ത്രദിനം ആചരിച്ചു തുടങ്ങി. ലോകത്തെ
വിജയത്തിന്റെ ആഹ്ലാദം എനിക്കൊന്നുമല്ല. രക്തമെന്ന വികാരമല്ലാതെ എന്റെ ഹൃദയത്തിൽ മറ്റൊന്നുമില്ല. ഗാലിബിന്റെ വരികളിൽ ജീവിതവും പ്രണയവും വിഷാദവും വിരളിക്കുന്നു. ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകളില്ലായകയാണ് ഗാലിബ് ഗസലുകളുടെ ഒരു മുഖ്യ പ്രമേയം. പിടച്ചിലുകളെല്ലാം അടങ്ങുക മരണത്തിൽ മാത്രമാണ് എന്ന് അദ്ദേഹം കരുതി. ജീവിതവും പ്രണയവും തുടിക്കുന്ന മിർസ ഗാലിബിന്റെ വരികൾക്ക് മരണമില്ല. അദ്ദേഹത്തിന്റെ ചരമദിനമായിരുന്നു ഫെബ്രുവരി 15. ആ തുടിക്കുന്ന ഓർമ്മകൾക്കു മുന്നിൽ ഞങ്ങളുടെ ശ്രദ്ധാഞ്ജലികൾ. പരീക്ഷാക്കാലം അടുത്തിരിക്കുന്നു. കൂട്ടുകാർക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു ഹെഡ് മാസ്റ്റർ ശ്രീ MC രാമചന്ദ്രൻ. പ്രിയമുള്ള എൻ്റെ SSLC വിദ്യാർത്ഥികളെ, ഈ വർഷം നിങ്ങളുടെ സ്കൂളിലെ അവസാനത്തെ സുന്ദര വർഷം കൊറോണ എന്ന മഹാമാരി മൂലം ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ആശങ്കകളും വിതച്ച ഈ വർഷം, പക്ഷേ നിങ്ങളുടെ ആശങ്കക്കൊപ്പം തന്നെ സർക്കാരും ഡിപ്പാർട്ട്മെന്റും സ്കൂളും ടീച്ചറും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം തന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആശങ്ക മാറ്റാൻ വേണ്ടി ആദ്യ നാളുകൾ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നാലും ഓർക്കേണ്ടതാണ്. കൊറോണ എന്ന മഹാമാരി മൂലം തീർത്തും നഷ്ടപ്പെട്ടേക്കാവുന്ന ഈ അധ്യയന വർഷം മനോഹരമായ ഓൺലൈൻ ക്ലാസ്സിലൂടെ തുടക്കത്തിൽ തന്നെ നമ്മോടൊപ്പം നിൽക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ അധ്യാപകരും മറ്റും നിങ്ങൾക്ക് നൽകിയ ശിക്ഷണത്തിലൂടെ ഏകദേശം വലിയ പരിക്കില്ലാതെ തന്നെ നമുക്ക് ഈ വർഷം പൂർത്തിയാക്കുവാനും ഏറ്റവും ഒടുവിൽ ജനുവരി ഫെബ്രുവരി മാസം സ്കൂളിലെത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ടീച്ചർമാരിൽ നിന്നും കൂടുതൽ സംശയങ്ങൾ തീർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ മൂടം പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് ആശങ്ക മാറി ഒരു ആശ്വാസത്തിന്റെ അരികിലെത്തിക്കുകയാണല്ലോ. അടുത്ത മോഡൽ പരീക്ഷയും എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വിശ്വാസം ഉണ്ടാവും. കൃത്യമായിട്ട് ആലോചിക്കുക, നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. കൂടോട്ടയം വർദ്ധിപ്പിച്ചും ചോദ്യങ്ങളുടെ എണ്ണം ഇരട്ടിപ്പിച്ചും പരമാവധി നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരീക്ഷ എല്ലാ മക്കളും നല്ല രീതിയിൽ ജയിക്കണമെന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. വരിയുള്ള കുറച്ചു നാളുകൾ നിങ്ങളും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് മനസ്സുവരിച്ച് ഈ SSLC പരീക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിച്ചാൽ നിഷ്പ്രയാസം നമുക്ക് ജയിച്ചു പോകാൻ പറ്റും. പക്ഷെ വിജയമല്ല അവരുടെ ലക്ഷ്യം. ഉയർന്ന മാർക്കോടെ തന്നെ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കോഴ്സ് ഭാവി പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ എല്ലാ നല്ല മക്കളും കക്ഷി ജയിച്ചു പോവാതെ ഉയർന്ന ഗ്രേഡിൽ തന്നെ വാങ്ങാനുള്ള പഠന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുതൽ ആരംഭിക്കുക. അതോടൊപ്പം എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ വീട്ടുകാരോടും നാട്ടുകാരോട് പറയാനുള്ളൊരു കാര്യം, കൊറോണ നമ്മെ വിട്ടുപോയിട്ടില്ല. നമുക്ക് ആരോഗ്യപരമായിട്ട് സുഖമുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എക്സാം വന്ന് നന്നായിട്ട് എഴുതി പോകാൻ പറ്റുകയുള്ളൂ. അപ്പോ മാസ്ക് ധരിച്ചും സോപ്പ് ഉപയോഗിച്ച് മുഖവും കൈ വൃത്തിയാക്കിയും സാമൂഹ്യകാരം പാലിച്ചുകൊണ്ടുള്ള ആ ലളിതമായ വഴിയിലൂടെ ഈ രോഗത്തെ തുരത്താനുള്ള മന്ത്രം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളും എന്റെ കുട്ടിക്ക് ഇത്തരം രോഗാവസ്ഥ ഉണ്ടായിരിക്കാൻ വീട്ടുകാരും കൂടെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും കൃത്യമായിട്ട് എക്സാം എഴുതാനും നല്ല വിജയം കൈവരിക്കാനും സാധിക്കട്ടെ. ഈ കൊറോണ വർഷം നിങ്ങളാണ് സ്കൂളിലെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടികൾ. കാരണം പുതിയ ബിൽഡിംഗിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് SSLC എക്സാം എഴുതി ഈ ജനത്തിലെ ഏറ്റവും കൊറോണ വിജയം ഒരു പ്രഭാവലയം തന്നെ ഉണ്ടാക്കി സ്കൂളിനും നാടിനും പേരും പ്രശസ്തി ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കാണ്. എല്ലാവിധ ആശംസകളും നേടിയാണ് നിങ്ങളുടെ സ്വന്തം ഹെഡ് മാസ്റ്റർ. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. വിജയാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചത് ഹെഡ് മാസ്റ്റർ ശ്രീ MC രാമചന്ദ്രൻ. എത്ര സുന്ദരമെന്റെ മലയാളം,
ലോകത്തെല്ലാവർക്കും ഓരോ സംസാര ഭാഷയുണ്ട്. ലോകത്തേക്ക് കടന്നുവരുന്ന ഓരോ മനുഷ്യ ജീവനും ഒരു ഭാഷയുടെ നടുവിലേക്കാണ് പിറന്നു വീഴുന്നത്. അവയ്ക്ക് അവയുടേതായ സവിശേഷതയുമുണ്ട്. ഈ സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UN വർഷത്തിൽ ഒരു ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഭാഷയുടെ വൈവിധ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്താകമാനം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഫാത്തിമത്ത് സഫാന. പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. കേരളം ഏപ്രിൽ 6 ബൂത്തിലേക്ക് 60 കഴിഞ്ഞവർക്ക് തപാൽ വോട്ടും. പോളിംഗ് 1 മണിക്കൂർ നീട്ടി. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. തിരക്ക് കുറക്കാൻ കൂടുതൽ ബൂത്ത്. കേരളത്തിൽ 40,771 ബൂത്തുകൾ. ജില്ലയിലെ ആദ്യ ഷീലോഡ്ജ് ആന്തൂരിൽ പ്രഖ്യാപനം നഗരസഭാ ബജറ്റിൽ. അതിർത്തിയിൽ അതിരില്ലാത്ത ദുരിതം തുടരുന്നു. ഇനി കർണാടകയിലേക്ക് പോകാൻ RT-PCR ടെസ്റ്റ് നിർബന്ധം. ജില്ലയിൽ കോഴിമാലിന്യം ഇനിയില്ല. ജില്ലയെ കോഴിമാലിന്യമുക്തമാക്കാൻ റെൻഡറിംഗ് പ്ലാൻ പ്രവർത്തന സജ്ജമായി. ഭാരതീയ തത്വചിന്തയെ സ്വന്തം കാലഘട്ടത്തിന്റെ ധാർമ്മിക സമസ്യകളുമായി സമന്വയിപ്പിച്ച കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി ഓർമ്മയായി. 60 വയസ്സ് കഴിഞ്ഞവർക്കും രോഗികൾക്കും കോവിഡ് വാക്സിൻ മാർച്ച് 1 മുതൽ. സർക്കാർ കേന്ദ്രങ്ങളിൽ സൗജന്യമായും സ്വകാര്യ ആശുപത്രിയിൽ പണം നൽകണം. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രീയം വിലക്കി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക്. നീറ്റ് PG അപേക്ഷ മാർച്ച് 15 വരെ. ഓൺലൈൻ പരീക്ഷ ഏപ്രിൽ 18. ഫലം മെയ് 31. കോവിഡ് മുക്തിയിൽ വീണ്ടും കേരളം ഒന്നാമത്. 24 മണിക്കൂറിനുള്ളിൽ 4652 പേർ കോവിഡ് മുക്തരായി. ആക്ഷൻ ഹീറോ പട്ടേൽ 6 വിക്കറ്റ് എടുത്ത് ഇംഗ്ലണ്ടിനെ തകർത്ത് അക്ഷർ പട്ടേൽ. പിങ്ക് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 112 പുറത്ത്. ഇന്ത്യ 399. സ്കൂൾ വാർത്തകളിലേക്ക്. SSLC+2 മോഡൽ പരീക്ഷ മാർച്ച് 1 ആരംഭിക്കും. SSLC വിദ്യാർത്ഥികൾക്കായി ORCയുടെ നേതൃത്വത്തിൽ സ്ട്രെസ് റിലീസിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങ് ഹെഡ്മാസ്റ്റർ ശ്രീ MC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. തമിഴിൽ തുടങ്ങി പിന്നീട് ബോളിവുഡിന്റെ താരസിംഹാസനം വരെ നീണ്ട സ്വപ്ന സമാന യാത്രയായിരുന്നു ശ്രീദേവിയുടേത്. 50 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ എണ്ണമറ്റ കഥാപാത്രങ്ങളെ ആരാധകർക്ക് സമ്മാനിച്ച അവർ ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർസ്റ്റാർ എന്നാണ് അറിയപ്പെട്ടത്. വിവിധ ഭാഷകളിലായി ഇത്രയും പേരെടുത്ത മറ്റൊരു അഭിനേതാവും ഇന്ത്യൻ സിനിമയിലില്ല. മലയാളത്തിനും ശ്രീദേവി സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. എക്കാലത്തും ഓർത്തുവയ്ക്കാവുന്ന ചില കഥാപാത്രങ്ങൾ. ജൂദായ് എന്ന ചിത്രത്തിന് ശേഷം 15 വർഷത്തോളം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ശ്രീദേവി. 2012 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് വിംഗ്ലീഷ് സിനിമയിലൂടെ അവർ ബോളിവുഡിലേക്ക് തിരികെ വന്നു. 2018 ഫെബ്രുവരി 24 ശ്രീദേവി ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ അഭിനയ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ആദരാഞ്ജലികൾ. സമയം വളരെ വിലപ്പെട്ടതാണ്. അതൊരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ വിജയാശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം നവാസ് മന്നൻ. രചന ആര്യലക്ഷ്മി SV, അനുശ്രീ രാജ്. ഏകോപനം രാജീവ് MK. ശബ്ദ സംശോധനം മിശ്രണം നമിത NC. പുതുപുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.